നമസ്കാരം. ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഴൽപ്പണ ഇടപാട് എന്താണ്, ഹവാല ഇടപാട് എന്താണ്, ഹുണ്ടി ഇടപാടുകൾ എന്താണെന്നൊക്കെ ഉള്ളത്. വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കാൻ വളരെ എളുപ്പം പലരും ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ. പൂർണ്ണമായും ഇല്ലീഗലാണ്, ചെയ്യാൻ പാടില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ അടുത്ത സമയത്തെല്ലാം തന്നെ വാർത്തകൾ കേൾക്കുന്ന ഒന്നാണ് ഈ സ്വർണ്ണക്കടത്തെന്ന് പറയുന്നത്. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിൽ വിചാരിക്കും, എന്തുകൊണ്ടാണ് പലപ്പോഴും പിടിച്ചിട്ടും വീണ്ടും ഈ സ്വർണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്? ഇത്തരത്തിൽ സ്വർണം കൊണ്ടുവരാൻ വേണ്ടി എവിടെ നിന്നാണ് ഈ പണം ഇവർക്ക് കിട്ടുന്നത്? ഈ പണം എങ്ങനെയാണ് ഇവർക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്? പ്രോപ്പർ ബാങ്കിങ് ചാനൽ വഴി പണം കൊണ്ടുപോയി അവിടുന്ന് സ്വർണം വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനാണെങ്കിൽ ഇങ്ങനെ കടത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഇതിനകത്ത് ഇവർക്കുള്ള ലാഭം എന്താണ്? ഒട്ടുമിക്ക ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. എങ്ങനെയാണ് ഇടപാടുകൾ നടക്കുന്നത്? ഈ സ്വർണ്ണപ്പട ഇടപാടുകൾ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പ്രവാസിക്ക് ഇതിൽ എന്താണ് പങ്കുള്ളത്? ഈ പറയുന്ന സ്വർണ്ണക്കടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നിങ്ങൾക്കൊരു പങ്കുമില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. അത് എല്ലാവരും അല്ല, ഈ ഹവാല ഇടപാടുകൾ വഴി പണം നാട്ടിലോട്ട് അയക്കുന്നവർ, അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്വർണ്ണക്കടത്ത് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ പിന്നിലെ ആ ഒരു കളി എന്താണെന്നുള്ളതും, പിന്നെ ഈ കുഴൽപ്പണം എന്നൊക്കെ നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്. അത് എന്താണ്, ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് വെയിറ്റിംഗ് ആണ്. നമ്മുടെ ചാനലിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇൻഫർമേഷൻസ്, ഇത് ജനങ്ങൾ അറിയേണ്ട ഇൻഫർമേഷൻസ് ആണ്. ഇത്തരം ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. എൻ്റെ പേര് ഷമീർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പണ്ടൊക്കെ വിദേശത്ത് നിന്ന് പണം നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് അത് ഈ കുഴൽപ്പണ ഏജൻസികൾ നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുതരും. അങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്നവർ ചിലപ്പോൾ ഒരു കൈലി ഉടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അവർ തോർത്തുമുണ്ട്, തോറത്തിനകത്ത് ഈ കുഴല് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനകത്ത് ഈ നോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഇവർ ഇളിയിൽ കെട്ടും. ഇളിയിൽ കെട്ടിയിട്ടാണ് നടന്നു വരുന്നത്. നമ്മൾ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് അരയ്ക്ക് ചുറ്റും ഈ പറയുന്ന കണക്ക് പണമാണ്. അതിങ്ങനെ കുടല് പോലെയുള്ള ഒരു സഞ്ചി പോലെ ഒരു സാധനം തോറത്ത് പോലെ ഉണ്ടാക്കിയിട്ട് അത് അരയിൽ ചുറ്റി കെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇവർ ഇത് അഴിച്ചിട്ട് ഇങ്ങനെ കുടല് പോലെ അങ്ങ് ഊരിയിടും. അപ്പോൾ അതിനകത്ത് നീ പണം താഴേക്ക് വീഴും. അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആ കുഴൽപ്പണം എന്ന പേര് വീണത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഹുണ്ടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് കോൺട്രാക്റ്റ് ആണ്. ഒരാൾ പറയുന്നു മറ്റൊരാൾക്ക് ഇത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റൂട്ട് എങ്ങനെയാണ് ഈ പണം ട്രാൻസ്ഫർ ആകുന്നത്, ഇത് എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പ്രവാസികളും പലപ്പോഴും ഇതിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃത്യമായി പറയുകയാണ്, ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇല്ലീഗലാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരവും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരവും എല്ലാം തന്നെ ഇത് ഇല്ലീഗലാണ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാനോ ഇതുവഴി ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. എന്നാലും നമുക്കിത് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയും മാത്രമല്ല നമ്മൾ ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടിയുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇവിടെ ഒരു വ്യക്തി, ഒരു ഭർത്താവ്, വിദേശത്തുള്ളൊരു ഭർത്താവ് അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് പണം അയക്കണം. പ്രോപ്പർ ബാങ്കിങ് ചാനൽ വഴിയാണ് നോർമലി അയക്കേണ്ടത്. അങ്ങനെ അയച്ചാലാണ് നമുക്ക് എക്സംഷൻസും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നത്, ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടാത്ത സാഹചര്യമെല്ലാം വരുന്നത്. പക്ഷേ ഈ പ്രവാസി അവിടെ ചിലപ്പം നല്ല ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് ബാങ്കിൽ പോകാനോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടത്തില്ല. എന്ന് മാത്രമല്ല, ബാങ്കിങ് ചാനൽ വഴി അയച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക കുഴൽപ്പണ ഏജൻസികൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലാഭവും കൂടെ നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കുഴൽപ്പണ ഏജൻസികളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ബാങ്കിങ് ചാനൽ വഴി അയക്കുന്നതിന് പകരം ഇപ്പോൾ സപ്പോസ് 1 ലക്ഷം രൂപ അയക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഏജന്റിനെ, ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ഹവാല ഇടപാടുകൾ നടത്തുന്ന ഒരു ഏജന്റിനെ കാണും, അല്ലെങ്കിൽ അവർ ഫോൺ വിളിക്കും. അവിടെ ഇഷ്ടം പോലെ എല്ലാ രാജ്യങ്ങളിലും ഇത് അവൈലബിൾ ആണ്. അവരെ വിളിച്ചിട്ട് എൻ്റെ വൈഫിന് ഇത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയും.
പണ്ടൊക്കെ ഈ കോഡും സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കോഡ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മാത്രവുമല്ല, നാട്ടിൽ ഒരുപാട് കുഴൽപ്പണം കൊണ്ടുവരുന്നവരെ പിടിക്കുന്നു എന്ന കാരണത്താൽ നമ്മൾ ഈ കുഴൽപ്പണ ഏജൻസികൾക്ക് ഫണ്ട് അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ആരും കൊടുക്കാറില്ല. അവർ പറയും ഇന്ന ആൾക്ക് ഫണ്ട് നാട്ടിൽ എത്തിയാൽ മാത്രം പൈസ അവിടെ കൊടുത്താൽ മതി എന്നൊരു സിറ്റുവേഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പം മാത്രമല്ല, പണ്ട് കുഴൽപ്പണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മുടെ വീട്ടിൽ ക്യാഷായിട്ട് ഈ പണം കൊണ്ടെത്തിക്കും. അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് നോട്ടുകളൊക്കെയാണ് കൊണ്ടു തരുന്നതെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാണ്. മാത്രവുമല്ല, ഈ ഫണ്ടുമായിട്ട് യാത്ര ചെയ്യുന്നത് ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. കുഴൽപ്പണമായിട്ട് വരുന്നവരെ എല്ലാം ഈ പറഞ്ഞ കണക്ക് പോലീസുകാർ പിടിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ കുഴൽപ്പണ ഏജൻസികൾ ഈ ഫണ്ടുമായിട്ട് ട്രാവലിംഗ് വലുതായിട്ട് ചെയ്യാറില്ല. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് അത് അതിലും വലിയ പ്രശ്നമുള്ളൊരു സംഭവമാണ്. അതായത് ഞാൻ ഇത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കുഴൽപ്പണ ഏജൻസികൾ എറണാകുളത്താണെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ നാട്ടിലെ കൊല്ലത്തുള്ള ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട് വാങ്ങിക്കും. എന്നിട്ട് അവർ അവിടെ നിന്നും CDM മെഷീൻ വഴിയോ ബാങ്കിലോ ചെന്നിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. ഫണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. അത് ക്യാഷ് ഡെപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ഞാനിത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. വീഡിയോ കാണാത്തവർ അതെല്ലാം പോയി ഒന്ന് കാണണം. നമ്മുടെ വീഡിയോകളെല്ലാം കാണാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോംപ്ലിക്കേഷൻസ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് വരുന്നു. അങ്ങനെ ഭർത്താവ് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ അവിടുത്തെ ഏജന്റിനോട് പറയുന്നു. അപ്പോൾ ഈ ഏജന്റ് ഒന്നുകിൽ ഫണ്ട് നേരത്തെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്ന് ഉറപ്പായതിനു ശേഷം ഫണ്ട് കൊടുത്താലും മതി. ഇപ്പൊ അങ്ങനെയാണ്. അവർ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് സ്ലിപ്പ് അവിടെ അയച്ചു കൊടുക്കും. ഭർത്താവ് ഡെപ്പോസിറ്റ് സ്ലിപ്പ് കാണുന്നു, ഭാര്യ പൈസ കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ ഏജൻസിക്ക് ഈ 1 ലക്ഷം രൂപ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഇൻസ്ട്രക്ഷൻ ഭർത്താവ് അവിടുത്തെ ഏജന്റിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഏജന്റിന്റെ കയ്യിൽ 1 ലക്ഷം രൂപ വരുന്നു, എക്സസ് മണി വരുന്നു. അതായത് വെറുതെ ഇരുന്ന ഏജന്റിന്റെ കയ്യിൽ 1 ലക്ഷം രൂപ വരുന്നു. ഈ ഏജന്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അയാൾക്ക് നാട്ടിലൊരു കുഴൽപ്പണ ഏജൻസി, അവരുടെ ഏജൻസി ഇവിടെ കാണും. അവരോട് പറയുന്നു, ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത്, പണം ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അവരോട് പറയുന്നു ഇന്ന വ്യക്തിക്ക് 1 ലക്ഷം രൂപ കൊടുത്തേക്കാൻ. അപ്പൊ നാട്ടിലുള്ള ഏജന്റ് എന്ത് ചെയ്യും? അയാളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്തിട്ട് ഈ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. സോ നമ്മുടെ ആവശ്യം ഇവിടെ കഴിഞ്ഞു. ഭർത്താവിന് ഭാര്യയ്ക്ക് പൈസ അയക്കണമായിരുന്നു. ഭർത്താവ് അവിടുത്തെ ഏജന്റിനോട് പറയുന്നു, ഏജന്റ് ഇവിടുത്തെ ഏജന്റിനോട് പറയുന്നു. ഇവിടുത്തെ ഏജന്റ് അയാളുടെ കയ്യിൽ നിന്നും പണം എടുത്ത് ആർക്ക് അയച്ചു കൊടുക്കുന്നു? ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഭർത്താവ് ഭാര്യയ്ക്ക് പണം അയച്ചിട്ടില്ല. ഭർത്താവിന്റെ NRI അക്കൗണ്ട് വഴി ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. പക്ഷേ 1 ലക്ഷം രൂപ ഭാര്യയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. ആ പണം ഇല്ലീഗൽ തന്നെയാണ്. ആ പണം ഉപയോഗിച്ച് എന്ത് വാങ്ങിച്ചാലും അത് ടാക്സബിൾ ആണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം പ്രോപ്പർ ബാങ്കിങ് ചാനൽ വഴി ഫണ്ട് വന്നിട്ടില്ല. ഫണ്ട് വന്നതിന് യാതൊരു തെളിവുമില്ല. മറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. എന്തായാലും നമ്മുടെ കാര്യം കഴിഞ്ഞു. നമ്മുടെ പണം കൃത്യമായി നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗൾഫിലുള്ള ഏജന്റിന് 1 ലക്ഷം രൂപ അയാളുടെ കയ്യിലുണ്ട്. എന്നാൽ ഇവിടുത്തെ ഏജന്റ് കയ്യിൽ നിന്ന് ഡെഫിസിറ്റ് ആണ്. അയാളുടെ കയ്യിൽ നിന്നാണ് 1 ലക്ഷം രൂപ ആർക്ക് കൊടുത്തത്? ഭാര്യയ്ക്ക് കൊടുത്തത്. ഓക്കെ, ഇങ്ങനെ ഒരു 100 ട്രാൻസാക്ഷൻ നടന്നു എന്ന് സങ്കല്പിക്കുക. അപ്പൊ നാട്ടിലുള്ള ഏജന്റ്, കുഴൽപ്പണ ഏജൻസി നടത്തുന്ന ഏജന്റുമാർ, അവർക്ക് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവർ 1 കോടി രൂപയും കൊണ്ടായിരിക്കും ഇതിനകത്തോട്ട് വരുന്നത്. ചിലപ്പോൾ ഒരു 10 കോടി രൂപയും കൊണ്ട് അവരുടെ ക്യാപിറ്റൽ ഒരു 10 കോടി രൂപയായിരിക്കും. അങ്ങനെ ഒരു 100 പ്രാവശ്യം ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ ദുബായിലുള്ള ഏജന്റിന്റെ കയ്യിൽ 1 കോടി രൂപ വരും. എന്നാൽ നാട്ടിലുള്ള ഏജന്റിന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ വിതരണം ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത സ്റ്റെപ്പിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഫണ്ട് ഇത് വെച്ച് ഇവർ എന്ത് ബിസിനസ് നടത്തും? അവർ സാധാരണഗതിയിൽ സ്വർണ്ണക്കടത്ത് പോലെയുള്ള സംഭവങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുബായിലെ ഏജന്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, അവർ അവിടെ ഗോൾഡ് വാങ്ങിക്കും. ഈ 1 കോടി രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിക്കും. ഈ ഗോൾഡ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? നാട്ടിലേക്ക് അയക്കണം. നാട്ടിലേക്ക് അയക്കണമെങ്കിൽ ഇതിന് കാരിയർമാർ വേണം. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പലതരത്തിലുള്ള മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഇപ്പം നടത്തുന്നത്. കുഴമ്പ് രൂപത്തിലും തേപ്പൊട്ടിയായിട്ടും അല്ലെങ്കിൽ ശരീരത്തിൽ ഒളിപ്പിച്ചും ഒക്കെയാണ് ഗോൾഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഈ ഏജന്റ് എന്ത് ചെയ്യുകയാണ്? നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നാട്ടിൽ വന്ന് ഈ ഗോൾഡ് ഇവിടെ വിൽക്കും. അപ്പോൾ 1 കോടി രൂപയുടെ സ്വർണം കൊണ്ടുവന്ന് അവരിവിടെ വിറ്റാൽ ഇവർക്ക് 1 കോടി രൂപയല്ല കിട്ടുന്നത്, 1 കോടി 20 ലക്ഷം രൂപ വരെ കിട്ടാം. ചിലപ്പോൾ 1 കോടി 25 ലക്ഷം രൂപ കിട്ടാം. മിനിമം 20% മുകളിൽ മാർജിൻ കിട്ടാം, ലാഭം കിട്ടാം. അതോടുകൂടി ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷം രൂപയോളം വരും. അവിടെ വിദേശത്ത് ഇവരുടെ കയ്യിൽ ഇരിക്കുന്ന പണം എന്ന് പറയുന്നത് ബ്ലാക്ക് മണി തന്നെയാണ്, ബാങ്കിങ് ചാനൽ വഴി വന്നതല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ടാക്സ് ഇല്ലാതെ, ടാക്സ് വെട്ടിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. അവിടെ തന്നെ എനിക്ക് തോന്നുന്നു 5% കൂടുതൽ ലാഭം കിട്ടും. പിന്നെ മാത്രമല്ല, അത് ഇവിടെ അവർ
ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന് അടയ്ക്കേണ്ടുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടിയോ GSTയോ ഒന്നും തന്നെ അടയ്ക്കുന്നില്ല. അതുമാത്രമല്ല എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള ലാൻഡിംഗ് ചാർജുകളും മറ്റും ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ ഗോൾഡ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇവിടെ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്കിത് ബ്ലാക്ക് മാർക്കറ്റിൽ തന്നെയാണ് ഇവരിത് വിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇവർക്ക് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഗൾഫിലേക്ക് 1 രൂപ പോലും ഇവർ അയച്ചിട്ടുമില്ല. എന്നാൽ ഇവർക്ക് ഈ സ്വർണം വാങ്ങാനും ഇവിടെ വിൽക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് എന്ത് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്തരത്തിൽ നാട്ടിലേക്ക് ഫണ്ട് അയക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഏജൻസികൾക്ക് തഴച്ചു വളരാൻ കഴിയുന്നത്. അവിടെ ഗോൾഡ് വാങ്ങിക്കാനുള്ള ഫണ്ട് നിങ്ങളാണ് അവിടുന്ന് കൊടുക്കുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് പണം അയക്കുന്നവരെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, എല്ലാരെ കുറിച്ചും അല്ല. ഇതാണ് ഈ ഗോൾഡ് മായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ഇടപാടുകൾ. ഇതേ ഇടപാടുകൾ മറ്റ് തീവ്രവാദി പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന എങ്ങനെയെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഏതെങ്കിലും രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഏജൻസികൾക്ക് ഇപ്പം നമ്മുടെ രാജ്യത്തു നിന്നോ മറ്റോ കുറെ പണം കളക്ട് ചെയ്ത് അവർക്ക് എത്തിക്കണമെങ്കിൽ പ്രോപ്പർ ബാങ്കിങ് ചാനൽ വഴി കൊടുക്കാൻ കഴിയില്ല. അവിടെ ഇതുപോലെ അവിടെ കളക്ട് ചെയ്യുന്ന തുക അവർ തീവ്രവാദ ഏജൻസികൾക്ക് കൊടുക്കും. അപ്പൊ ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഏജൻസികൾ കളക്ട് ചെയ്യുന്ന തുക ഇവിടുത്തെ കുഴൽപ്പണ ഏജൻസികൾക്ക് കൊടുക്കുന്നു. അവിടെ അവർ തീവ്രവാദികൾക്ക് ഈ ഫണ്ട് കൈമാറുന്നു. അതിന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൂട്ടു നിൽക്കുന്നതിന് തുല്യമല്ലേ? ഇത്തരത്തിൽ കിട്ടുന്ന പണം അവിടെ എവിടെയും കത്തിക്കും. സോ അതിന് നമ്മളും കൂടെ കൂട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ഇതെല്ലാം ഇതുവഴി ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫണ്ട് ഇവർക്കെല്ലാം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ടാണ് ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. ഈ ആയുധക്കടത്താണെങ്കിൽ പോലും ഇതേപോലെ തന്നെയാണ്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് അവിടെ ആയുധങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ മയക്കുമരുന്ന് വാങ്ങിച്ചതിന് ശേഷം ഏജന്റുമാർ വഴി ഫ്ലൈറ്റ് വഴിയോ ഷിപ്പ് വഴിയോ നാട്ടിലേക്ക് എത്തിക്കുക. ഈ പറയുന്ന മയക്കുമരുന്നും ആയുധങ്ങളും ഇവിടെ വിറ്റ് കാശാക്കുക, ലാഭം നേടുക. വീണ്ടും ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു കാരണവശാലും ടാക്സ് വെട്ടിച്ചുകൊണ്ട് പൂർണ്ണമായും നിയമവിരുദ്ധമായി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രവാസിയും കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ടാക്സ് വെട്ടിക്കുന്നതോറും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ അത് ബാധിക്കുന്നതാണ്. മാത്രവുമല്ല, ഇവിടെ ഒരു ചെറിയ സംശയങ്ങളൊക്കെ ചിലർക്കുണ്ടാവും. ഇവിടുന്ന് ഗൾഫിൽ സാലറീഡ് എംപ്ലോയി ആയിട്ട് പോവുകയും അവിടെ ചെന്ന് ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ബാങ്കിലൂടെ അയക്കാൻ പറ്റുന്ന തുകയ്ക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ അവർക്ക് സമ്പാദ്യമുണ്ടെങ്കിൽ അത് അയക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മാത്രവുമല്ല, വേറെയുണ്ട് ഈ കുഴൽപ്പണ ഏജൻസി വഴി ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് തീവ്രവാദം, ഗോൾഡ് സ്മഗ്ലിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളല്ലാതെ മാർക്കറ്റിൽ വരുന്ന നോർമൽ പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ പുറകെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗോൾഡ് സ്മഗ്ലിങ്ങും ഹവാല ഇടപാട് എന്താണെന്നും കുഴൽപ്പണം എന്താണെന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. എൻ്റെ പേര് ഷമീർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ.